المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد പരിശുദ്ധ ഖുർആനിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയാണ് അള്ളാഹു. ആ ഗ്രാമത്തിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ പിൻപറ്റണമെന്ന് പട്ടണത്തിൻ്റെ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറയണം.
ആ വ്യക്തി പറഞ്ഞ ആ ഒരു വാക്കാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തബിഉൽ മുർസലീൻ. ഏതാനും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതാണ് പഠിക്കുന്നത്. ഈ മനുഷ്യന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഈ റജുൽ ആരാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ആ വ്യക്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. 3 പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. ആ പ്രവാചകന്മാരെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രവാചകന്മാരുടെ പേര് പറയലോ അവരെ നാട് പറയലോ ഗ്രാമത്തിൻ്റെ പേര് പറയലോ ഒന്നുമല്ല. ഗ്രാമത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ആ ഗ്രാമത്തിൻ്റെ പേര് പറയാതെ, പ്രവാചകന്മാരെ പേര് പറയാതെ, ഓടി വന്ന വ്യക്തിയുടെ പേര് പറയാതെ അതിൻ്റെ കണ്ടന്റ് മാത്രം പറഞ്ഞത് എന്തിന്? അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ വ്യക്തിയെ ആ നാട്ടുകാർ കൊന്നു. ആ പറഞ്ഞ വ്യക്തിയെ നാട്ടുകാർ കൊല്ലുകയാണ് ചെയ്തത്. അത് ഇൻഷാ അല്ലാഹ് യാസീനിൽ ബാക്കി വരാൻ പോകുന്നുണ്ട്. ആ കൊന്ന സന്ദർഭവും സാഹചര്യമൊക്കെ. ഇവിടെ ഈ വ്യക്തി വന്നിട്ട് പറഞ്ഞ വാക്ക് ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഇത്തിബാഇ ചെയ്യണം എന്നാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇവരെ പിൻപറ്റണം എന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? അവർ വഹിയുള്ളവരാണ്. ഇവർ മുർസലീങ്ങളാണ്. മുർസലീങ്ങൾക്ക് അല്ലാഹു തആല വഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് ഇവരെയാണ്. ഇത് ഖുർആനിൽ അല്ലാഹ് പറയുന്നത് ഖുർആൻ അവതരിക്കുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള, ലോക അവസാനം വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഇത് വായിക്കുകയാണ്. അത് വായിക്കാൻ വേണ്ടി അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. ഇത് നമ്മളൊക്കെ വായിക്കേണ്ടതും പിൻപറ്റേണ്ടതും മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമാണ്, നിർബന്ധമാണ്. അപ്പൊ ഈ ഇത്തിബായിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ടത് എന്തിനെ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ എന്ത് പിന്തുടരരുത് എന്നും പറഞ്ഞു ഖുർആൻ. അപ്പൊ എന്ത് പിന്തുടരണം എന്ന് പറയുന്നതിന് മുമ്പ് എന്തിനെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞോ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അത് പ്രധാനമായും 8 കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. 8 കാര്യങ്ങളല്ല, 6 കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആ 6 കാര്യങ്ങളിൽ ഒന്നാണ് അഹ്വാ. പിന്തുടരുത് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ 6 കാര്യങ്ങളിൽ ഒന്നാണ് അഹ്വാ, തന്നിഷ്ടങ്ങൾ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അവനവന്റെ ഇഷ്ടം, ഹവ. ഇത് അങ്ങനെ മൊത്തത്തിൽ പറയാതെ അള്ളാഹു തആല അതിനെ 8 തരമാക്കി മാറ്റി. ഇതിന് അഹ്വാകളെ, തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. ജീവിതത്തിൽ ഒരിക്കലും അവനവന് തോന്നിയത് ചെയ്യരുത് എന്ന് പറഞ്ഞു വെക്കാതെ ആ കാര്യങ്ങൾ 8 അല്ലാഹു പഠിപ്പിച്ചു. 8 കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ തന്നിഷ്ടം ചെയ്യാൻ സാധ്യതയുണ്ട്. 8 കാര്യങ്ങളിൽ തന്നിഷ്ടം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ 8 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം അത് നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളാണ്, നിത്യജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ആ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അതിൽ 1 ഹക്കാണ്, 2 ഫിത്നയാണ്, 3 തക്ദീബാണ്, 4 ഹുക്കുമാണ്. ഇത്ര പറഞ്ഞത് 4 പറഞ്ഞത് 4 പറഞ്ഞു. ഇനി 5-മത്തേത് ഇസ്തിഖാമത്താണ്. ഞാനത് പറഞ്ഞ കാര്യങ്ങൾ ഇനി വിശദീകരിക്കുന്നില്ല. അത് പറഞ്ഞത് നിങ്ങൾ പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർ, നാട്ടിൽ പോയ ആളുകളൊക്കെ ഉണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. ആ ആളുകൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ നോക്കിയാൽ കിട്ടും. അത് നോക്കിയിട്ട് അത് കേട്ട് ഒന്ന് സമയം ചെലവഴിച്ച് അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അതിൽ ഈ 8 കാര്യങ്ങളിൽ 5-മത്തെ കാര്യം ഇസ്തിഖാമത്ത്. എഴുതിക്കോളൂ, ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത്.
ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ. നിലനിർത്തൽ ഇസ്തിഖാമത്ത്. നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു ഷൂറ മറിക്കുക. 42 15 ആയത്ത്. സൂറത്ത് ഷൂറയിലെ 15 ആയത്ത്. ആയത്ത് കണ്ടോ? വായിച്ചോളി. فذلك فدع واستقم كما أمرت ولا تتبع أهواءهم وقل آمنت بما أنزل الله من كتاب وأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم الله يجمع بيننا وإليه المصير. ശ്രദ്ധിക്കർത്ഥം. ഫദാലിക ഫദ്ഉ, ആകയാൽ നീ പ്രബോധനം ചെയ്യണം, ദഅവത്ത് നടത്തണം. ശ്രദ്ധിക്കണേ, എന്താ ദഅവത്ത് പറഞ്ഞാല്? ദഅവത്ത് എന്താ? വിളിക്കുക, ക്ഷണിക്കുക, അതാണ് ദഅവത്ത്. ക്ഷണിക്കുക, വിളിക്കുക. ഇവിടെ അല്ലാഹ് പറഞ്ഞത് നീ വിളിക്കണം, ക്ഷണിക്കണം, ദഅവത്ത് നടത്തണം. ഒരു മുസ്ലിം വിളിക്കേണ്ടത് എവിടേക്കാണ്? ആരിലേക്കാണ്? വിളിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, ഖുർആനിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അത് നിർബന്ധമായ ബാധ്യതയാണ്. ഏതുപോലെ നമ്മുടെ നമസ്കാരം പോലെ നിർബന്ധമാണ്, ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിൽ മൈക്കെട്ടി പ്രസംഗിക്കണം എന്നല്ല ഈ പറഞ്ഞത്. പിന്നെന്താണ്? ഒരു മുസ്ലിം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുന്ന ഒരാൾ കൂടിയാകണം. പഠിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് ഇസ്ലാം. ഒരു മുസ്ലിം പഠിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കണം. ആരോടാണോ നമുക്ക് പറയാനുള്ളത് അവരോട് പറയണം. മനസ്സിലാവുണ്ടോ? ഇത് നിർബന്ധമായ ബാധ്യതയാണ്. ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. വസ്തഖിം കമാ ഉമിർത. നമ്മൾ ഏത് ഹെഡിങ് എന്താണ്? ഇസ്തിഖാമത്തല്ലേ? ഫസ്തഖിം, നീ ഇസ്തിഖാമത്ത് ചെയ്യണം, നിലനിർത്തണം. കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. അപ്പൊ കൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ആദ്യം അറിയണം. ആ കൽപ്പിക്കപ്പെട്ട കാര്യം എവിടെയുള്ളത്? ഖുർആനിലുള്ളത്. അത് ആദ്യം അറിയണം. കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വെ നിലനിൽക്കുക. വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങളെ നീ ലാ തത്തബിഅ, നീ പിൻപറ്റരുത്. അപ്പൊ ലാ തത്തബിഅ എന്ന് ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളിൽ 5-ാമത്തെ വിഷയം എന്താണ്? ഇസ്തിഖാമത്താണ്. ഫസ്തഖിം കമാ ഉമിർത വലാ തത്തബിഅ അഹ്വാഅഹും. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യം ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുമെന്ന് പറയരുത്. മനസ്സിലായില്ലേ?
സൗകര്യമുള്ളത് ചെയ്യുകയും ഇല്ലാത്തത് ഉപേക്ഷിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് മുൻ സമുദായം നശിപ്പിക്കപ്പെട്ട, അള്ളാഹു നശിപ്പിച്ച മുൻ സമുദായത്തിന്റെ ചര്യകളിൽപ്പെട്ട ഒരു ചര്യയാണ്. അവർക്ക് തോന്നിയതെടുക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. അത് ഉണ്ടാവാൻ പാടില്ല. വലാത്ത അഹ്വാ അഹും. അപ്പൊ എന്ത് വേണം? ഇസ്തിഖാമത്ത് വേണം. ഹവയെ പിൻപറ്റരുത് എന്ന് പറഞ്ഞതിലെ 8 കാര്യങ്ങളിൽ 5ാമത്തെ കാര്യം അതാണ്. വഖുൽ, നീ പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ. ഈ കിതാബിൽ അള്ളാഹു ഇറക്കിയ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഏതാണ് ആ കിതാബ്? സഹോദരങ്ങളെ, ഖുർആനിലെ ഓരോ ആയത്തും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? അത് നമ്മളിങ്ങനെ വായിക്കുമ്പം ആ വായന നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഗ്രന്ഥം നമ്മളൊന്ന് മനസ്സ് തുറന്ന് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യത. പക്ഷെ നമ്മളാരും ചെയ്യാത്തൊരു കാര്യം അതാണ്. നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, കണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ മുമ്പ് ഈ ഗ്രന്ഥം ഒന്ന് മനസ്സ് തുറന്ന് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ നിസ്കാരം കാര്യമൊക്കെ അത് അതിൻ്റെ തനിമയോടുകൂടി മനസ്സിൽ തട്ടി ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ അതൊക്കെ വെറും ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു ഈ കിതാബിൽ ആ വാക്കിന്റെ ഘടന വരെ നമ്മൾ ശ്രദ്ധിക്കണം. കുൽ, നബിയെ പ്രഖ്യാപിക്കുക, ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ. ഈ കിതാബിൽ അള്ളാഹു എന്തൊക്കെ ഇറക്കിയോ അത് മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ലിഅഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതിപൂർവം കാര്യങ്ങൾ പറയണമെന്നും നിങ്ങൾക്കിടയിൽ നീതി കാണിക്കണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്താ നീതി? റസൂൽ ചെയ്യുന്ന നീതി എന്താ? അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് അതേപോലെ കൃത്യമായി വ്യക്തമായി പറയേണ്ട വിധം പറയാം. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ അത് പറയുന്ന ശൈലിയിലും രീതിയിലും വരെ നീതിയുണ്ട്. എങ്ങനെ? നബി സ്വർഗത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഗൗരവം പറയാൻ നമുക്ക് എല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരേ മട്ടത്തിനത് പറയാം, ഒരേ മട്ടത്തിന് ഒരേ ശൈലിയിൽ പറയാം. പക്ഷേ ആ പറച്ചിലിൽ പോലും റസൂൽ കാണിച്ച നീതി എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആ അള്ളാഹ് പറഞ്ഞ കാര്യം അതിന്റെ ഗൗരവത്തിൽ തന്നെ റസൂൽ പറഞ്ഞു തന്നു. റസൂൽ ചില കാര്യം പറയുമ്പോൾ പൊട്ടിക്കരയും. റസൂല് ചില കാര്യങ്ങൾ പറയുമ്പോൾ റസൂലിന്റെ മുഖം ചുമക്കും, റസൂലിന്റെ കണ്ണ് ചുമക്കും. റസൂൽ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ചില കാര്യങ്ങൾ ഇതൊക്കെ എന്താണെന്നറിയോ? ആ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായ നീതിയിൽ പറയുക എന്നുള്ളതാണ്. കാരണം എന്താ പറയുക? ഒരു കാര്യം, ആ കാര്യം അതിൻ്റെതായ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പഠിക്കണം. ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, പിന്നെ നബിയെ താങ്കൾ അവരോട് അവരുടെ ഖൗലൻ ബലീഗ, സുബ്ഹാനല്ലാഹ്, നബിയെ താങ്കൾ അവരോട് പറയേണ്ടത് ഖൗലൻ ബലീഗ. എന്താ ഖൗലൻ ബലീഗ എന്ന് പറഞ്ഞാൽ? മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ പറയണം റസൂലേ എന്ന്. ഖുർആനിലുള്ള ആയത്താണ്. മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ പറയണം. കേൾക്കുന്ന ആളുകൾ ആരോടാണ് റസൂലെ താങ്കൾ പറയുന്നത്? ആ കേൾക്കുന്ന ആളുകൾക്ക് ആ പറയുന്ന കാര്യം ഹൃദയത്തിൽ തട്ടണം. അതിങ്ങനെ ഒരു ചെവി കേട്ട് മറ്റേ ചെവി കൂടെ പോവല്ല, ഹൃദയത്തിൽ തട്ടണം. അതവിടെ നിൽക്കണം, അവരത് ഓർക്കണം. ഇടക്കിടക്ക് അവരുടെ മനസ്സുകളിൽ ആ കാര്യം ഇങ്ങനെ കടന്നു വരണം. എന്തിനാണത്? ആ പറഞ്ഞ കാര്യം അവർക്ക് പ്രയോജനപ്പെടണം, അവർക്കത് ഉപകാരപ്പെടണം. അതിന് നബിയെ താങ്കൾ പറയുന്ന വാക്ക് ഖൗലൻ ബലീഗ, ഖുർആന്റെ വാക്കാണ്. എന്താണ്? നബിയെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ അങ്ങനെയാ, അങ്ങനെ പറയേണ്ട കാര്യം അങ്ങനെ തന്നെ പറയണം. ബാക്കി വഉമിർതു ലിഅഅദില ബൈനക്കും അല്ലാഹു റബ്ബുനാ വറബ്ബുക്കും. അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബും നമ്മുടെ റബ്ബും. ആരാണ്?
എല്ലാവരുടെയും റബ്ബാരാ അള്ളാഹു. എന്തത് പറയാൻ കാരണം? വായിക്കേ, ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും. ഈ വാക്ക് നമ്മൾ തദബ്ബുർ ചെയ്യേണ്ട ഒരു വാക്കാണ്. നിങ്ങൾക്ക് നിങ്ങളെ അമൽ, നമുക്ക് നമ്മുടെ അമൽ. ഇതെവിടെ പറഞ്ഞുതരാം നിങ്ങള്? ഇത് ഖുർആനിൽ അല്ലാഹു തആല ഈ പറഞ്ഞ വാക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം, നമുക്കൊരിക്കലും ആവശ്യമില്ലാത്തൊരു സദസ്സിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ, ആവശ്യമില്ലാത്ത സദസ്സ് പറഞ്ഞാൽ നമുക്കതുകൊണ്ട് പരലോകത്തേക്ക് ഒരു ഗുണം കിട്ടൂല. പിന്നെ അവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പരലോകം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിനാണ് ഖുർആനിൽ ലഹ്വ് എന്ന് പറഞ്ഞത്. ലഹ്വ്. അപ്പൊ ഖുർആനിൽ അള്ളാഹ് പറയും, ഈ വാക്ക് വേറെ എവിടെ കാണുന്നത്? ഈ വാക്ക് ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും എന്ന് കാണുന്നത് എവിടെയാണ് നിങ്ങൾ? പിന്നെ സൂറത്തുൽ മുഅ്മിനൂന് അടയാറിൽ പഠിക്കുന്ന അവിടെയുള്ള ആൾക്കാർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആരെപ്പറ്റി അറിയാം? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനായിട്ട് ആര് മരിക്കാൻ കിട്ടിയോ, ഭാഗ്യം കിട്ടിയോ, അവന് വിജയിച്ചു. മുഅ്മിനായിട്ട് മരിക്കാൻ പറ്റണം. ഒരാൾ മുഅ്മിനാണോ അല്ലേന്ന് തീരുമാനിക്കപ്പെടുന്ന സമയം മരിക്കണ സമയമാണ്. ഇപ്പൊ ഞാൻ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ? രാവിലത്തെ ഈമാൻ വൈകുന്നേരം ഉണ്ടാവില്ല, വൈകുന്നേരത്തെ ഈമാൻ രാവിലെ ഉണ്ടാവില്ല എന്നാണ്. ഈമാൻ കുറയും കൂടും. മരിക്കണ സമയത്തിന്റെ ഈമാന്റെ അവസ്ഥ എന്താന്ന് എൻ്റെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പോ മുഅ്മിനായിട്ട് മരിക്കാൻ ആർക്ക് അവസരം കിട്ടിയോ, ഭാഗ്യം കിട്ടി, അവനാണ് മുഅ്മിൻ, വിജയിച്ചു. എന്നിട്ട് ആ വിജയിച്ച മുഅ്മിനിന്റെ അടയാളങ്ങൾ പറയാണ്. ഒന്ന്, ഒരു വക്ത് നിസ്കാരം പോലും ഖുശൂ ഇല്ലാതെ നിർവഹിച്ചിട്ടില്ല. എങ്ങനെ? അടയാളങ്ങൾ പറയാം. നിസ്കാരം ഖുശൂവോട് കൂടിയല്ലാതെ അവൻ നിർവഹിക്കാറില്ല. ഇങ്ങനെ ഓരോ ഗുണങ്ങൾ ഇങ്ങനെ പറയാ. എന്നിട്ട് അവസാനം അല്ലാഹ് പറയാ, അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയും. എന്നിട്ട് ആ ലഗ്വിനെ പറ്റി വിശദീകരിക്കുന്നിടത്ത് ഖുർആനിൽ കാണാം എങ്ങനെ ലഗ്വിൽ നിന്ന് ഒരാള് മുഅ്രിദാകുക, തിരിഞ്ഞു പോരുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരു മ്യൂസിക് നൈറ്റിനെ നമ്മളെ ക്ഷണിച്ചു, ഒരു നിശാ ക്ലബിലേക്ക് നമ്മളെ ക്ഷണിച്ചു, നമ്മളെ അങ്ങനെയുള്ള ഒരു ഗാനമേള സദസ്സിലേക്ക് നമ്മളെ ക്ഷണിച്ചു. നമ്മളെ കൂട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കണത്. അപ്പോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് കുറെ ആൾക്കാർ അവിടെ മദ്യപിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഇവിടെ ഡാൻസ് നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട് അവിടെ. അപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഒരു മുസ്ലിമായ മുഅ്മിനായ അങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് പറ്റിയതല്ല എന്ന് പറയുമ്പം അവിടുന്ന് തിരിഞ്ഞു പോരണം. എന്താണ്? അവിടുന്ന് അനിൽ ലഗ്വി മുഅ്രിദൂൻ, തിരിഞ്ഞു പോരണം. തിരിഞ്ഞു പോന്നിട്ട് എങ്ങനെ പോരണം എന്നുള്ള ഖുർആൻ തന്നെ പറയണം. എങ്ങനെ പോരേണ്ടത്? വിളിച്ച വ്യക്തിയോട് പറയണം. എന്താ പറയേണ്ടത്? ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ഖുർആനിലെ ആയത്ത. എങ്ങനെ തിരിഞ്ഞു പോരണം? ലഗ്വെന്ന്. നിങ്ങൾക്ക് നിങ്ങളെ അമല്, എനിക്ക് എൻ്റെ അമല്. അങ്ങനെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാകും. സംഗീതവും മ്യൂസിക്കും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻ്റെ പേര് മുസ്ലിം എന്നായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ അമല്, എനിക്ക് എൻ്റെ അമല്, എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ഖുർആൻ പഠനം, എനിക്ക് എൻ്റെ ഖബറിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തരം സദസ്സിൽ പങ്കെടുക്കേണ്ടവനല്ല. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും. ഇത് ഖുർആനാണ് സഹോദരങ്ങളെ. ഖുർആൻ അല്ലാഹ് പറയാ സലാമുൻ അലൈക്കും. അതെന്താ സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാൽ? തിരിച്ചു പോരുകയാണ്, ഞാൻ പോവാണ്. ലാ നബ്തഗിൽ ജാഹിലീൻ. ഖുർആനെ കുറിച്ച് അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലാ നബ്തഗിൽ ജാഹിലീൻ. ഇത് ഖുർആനായത്താണ്. അപ്പം ഈ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളെ അമല്, എനിക്ക് എൻ്റെ അമല്. മാസത്തിൽ 2 തവണ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ അള്ളാഹിന്റെ കലാമ് മുന്നിൽ തുറന്നു വെച്ച് അതിലേക്ക് നോക്കി അതിലെ പദങ്ങൾ, അർത്ഥങ്ങൾ എഴുതിയെടുത്ത് അത് കാണാതെ പഠിക്കാൻ ശ്രമിച്ച് ആ ആയത്തുകൾ തദബ്ബുർ ചെയ്ത് കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ അമലുകൾ നാളെ കിട്ടണം പരലോകത്ത്. ഇത് പറയാൻ നമുക്ക് കഴിയണം. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും ലാ ഹുജ്ജത ബൈനനാ വബൈനക്കും. എനിക്കും നിങ്ങൾക്കുമിടയിൽ
ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. ഇതൊന്നും തർക്കിക്കാനൊന്നും ഞാനില്ല. ലാ ഹുജ്ജത ബൈനന ബൈനക്കും. ഇങ്ങനെ അത് ന്യായീകരിച്ച് ആ ന്യായീകരിച്ചതിന് വേറൊരു അർത്ഥം പറഞ്ഞ് അതിനൊരു മറുപടി പറഞ്ഞ് അതൊന്നുമില്ല. എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അല്ലാഹു യജ്മഉ ബൈനന, എന്നെയും നിങ്ങളെയുമൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. നമ്മളൊക്കെയും ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഒരു സ്ഥലം വരാനുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയില്ലേ? ഈ നിശാ ക്ലബിൽ ഒരുപാട് ഫാമിലികളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ ഡാൻസും സംഗീതവും മ്യൂസിക്കും ഇതൊക്കെ നടക്കുന്ന ഈ മദ്യം വിളമ്പുന്ന സദസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ശരി, എങ്കിൽ നിങ്ങളെയും നമ്മളെയും ഒക്കെ അല്ലാഹു യജ്മഉ ബൈനന, നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസമുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടും. വ ഇലൈഹിൽ മസീർ, അവന്റെ അടുക്കലേക്കാണ് എനിക്കും നിങ്ങൾക്കും മടങ്ങിപ്പോകാനുള്ളത്. നിങ്ങൾക്കും എനിക്കും മടങ്ങിപ്പോകാനുള്ളത്. ഒരു പക്ഷേ അവിടെ വെച്ചായിരിക്കും അവസാനം. അതാസ്വദിച്ച് ഒരു പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞോളന്നില്ല. വീട്ടിലേക്ക് എത്താൻ പറ്റണമെന്നില്ല, അവിടേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. വ ഇലൈഹിൽ മസീർ, പടച്ചവനടുക്കലേക്കാണ് അവസാനത്തെ മടക്കം. ഇതൊക്കെ ആസ്വദിച്ച് കുടുംബത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്, നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്, പല സ്ഥലത്തേക്കും മടങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിൽ ഇനി തിരിച്ചു വരാത്തൊരു മടക്കം എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. വല്ലാത്തൊരായത്താണിത്. അതുകൊണ്ട് ഉള്ളത് നിലനിർത്തുന്ന കാര്യത്തിൽ എന്ത് വേണ്ട? തന്നിഷ്ടത്തെ ലാ തത്തബിഅ. ഇനി ഇസ്തിഖാമത്ത് പറയുമ്പോൾ ഞാൻ വേറൊരായത്ത് നിങ്ങൾക്ക് ഓതി കൽപ്പിച്ചു തരാം. കേട്ടാ മതി, മറിക്കണ്ട, എല്ലാവർക്കും അരണായത്താ. ഈ ഇസ്തിഖാമത്ത് ഇത് മരണം വരെ നിലനിർത്തുക എന്നതാണ്. ഇതാണ് മരണം വരെ നിലനിർത്തുക. നമ്മൾ ഒരു ദിവസം റബ്ബിനോട് 17 തവണ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ ഇസ്തിഖാമത്താ. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതാണ് ഇസ്തിഖാമത്തിന്റെ വഴി. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? പടച്ചോനെ മരിക്കുന്നത് വരെ, എൻ്റെ അവസാന നിമിഷം വരെ എന്നെ ഈ റൂട്ടിൽ നിന്ന് തെറ്റിക്കല്ല പടച്ചോനെ. നെഞ്ചത്ത് കൈവച്ച് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാള് ഖുർആനിൽ കാണുന്ന ആദ്യത്തെ പ്രാർത്ഥന എന്താ പറയുക നിങ്ങൾക്ക്? ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യൻ ആദ്യമായി കാണുന്ന പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. ആ പ്രാർത്ഥന മരണം വരെ നിലനിർത്തണം. ഒരു ദിവസം ചുരുങ്ങിയത് 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ലാ സ്വലാത്ത ലിമൻ ലാ യഖറ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതാത്തൊരു നിസ്കാരമില്ലാന്നാ റസൂലുള്ളാഹി പറഞ്ഞു. നിർബന്ധമായും. അത് ഇസ്തിഖാമത്താണ്. എന്താണ് ഇസ്തിഖാമത്ത്? കേട്ടോളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഈ ആയത്തിന്റെ ജവാബായി ഖുർആനിൽ പറഞ്ഞ ആയത്താ ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹിലേക്ക് വിളിക്കണം എന്നാ പറഞ്ഞത് അല്ലേ? എന്താ ആയത്തിന്റെ തുടക്കം? അള്ളാഹിലേക്ക് വിളിക്കണം എന്നല്ലേ? അത് പറഞ്ഞല്ലേ ഈ ആയത്ത് തുടങ്ങിയത്. കേട്ടോളൂ. അങ്ങനെ അള്ളാഹിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് വിളിച്ച് ആ വിളിക്കുത്തരം നൽകി. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവിനെ റബ്ബ് എന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, ശ്രദ്ധിച്ചു കേൾക്കണം. സുമ്മസ്തഖാമു, എന്നിട്ട് മരണം വരെ അത് നിലനിർത്തി ജീവിച്ചു. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് അവന്റെ മേൽ മലക്കുകൾ ഇറങ്ങി വരും. അവനെ മരിപ്പിക്കാൻ വരുന്ന മലക്കുകൾ അവര് പറയും, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ബേജാറാവണ്ട, സങ്കടപ്പെടണ്ട. മരിക്കാൻ പോവാണ്, നമ്മൾ ദുനിയാവിന്ന് പോവുകയാണ്. മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, മുഴുവൻ സമ്പത്തും വിട്ട്, ഉള്ളതെല്ലാം വിട്ട് 3 കഷ്ടം തുണിയുമായി നമ്മൾ പോകാൻ പോവാണ്. മലക്കൾ പറയാ ആരോട്? ഇസ്തിഖാമത്തിൽ ഹവയെ പിൻപറ്റാത്തവൻ, ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ ഹവയെ പിൻപറ്റാത്തവൻ. 5ാമത്തെ കാര്യം അതാണ്. ഹവയെ പിൻപറ്റാത്തവനോട് മലക്കുകൾ പറയും, സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു.
വഅബ്ശിറൂ, സന്തോഷിക്കുക. എല്ലാവരും കരയുന്നുണ്ടാകും. പാപ്പാന്റെ മരണവെപ്രാളം കണ്ട്, ഉമ്മാന്റെ മരണവെപ്രാളം കണ്ട്, കൈകാലുകൾ കോച്ചു വലിക്കുന്നത് കണ്ട്, കണ്ണ് മറഞ്ഞു പോകുന്നത് കണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഉമ്മ മരിക്കുന്ന രംഗം കണ്ട് കരഞ്ഞവരാ. വാപ്പ മരിക്കുന്ന രംഗം കണ്ട്, നമ്മളെ മക്കള്, പ്രിയപ്പെട്ട മക്കള് മരിക്കുന്ന രംഗം കണ്ട് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയാ, എങ്കിൽ ഈ ഇസ്തിഖാമത്ത് ഹവയെ, ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ സൂക്ഷിച്ച ആൾക്കാര് മരിക്കുന്ന സമയത്ത് അവരോട് അല്ലാഹ് പറയും, ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞോട്ടെ, എല്ലാരും കരഞ്ഞോട്ടെ, അബ്ശിറൂ, നീ സന്തോഷിച്ചോ, നീ സന്തോഷിച്ചോ, കാരണം ബിൽ ജന്ന, നീ പോകുന്ന സ്വർഗത്തേക്കാ, വേദനയില്ലാത്ത ലോകത്തേക്കാ. വർഷങ്ങളോളായി ഉമ്മ ക്യാൻസർ ബാധിച്ച് കിടപ്പിലായിരുന്നു. ഉമ്മ വേദന സഹിച്ചിട്ടുണ്ട്. ഉമ്മ പലപ്പോഴും മക്കളെ വേദന അറിയിച്ചിട്ടില്ല. എന്റെ വേദന കണ്ട് എന്റെ മക്കൾ വേദനിക്കരുതെന്ന് ആഗ്രഹിച്ച ഉമ്മ. നമ്മൾ മനസ്സിലാക്കണം, ആ വേദന സഹിച്ച ഉമ്മ. എന്റെ വേദന കണ്ടിട്ട് ശബ്ദം ഉച്ചത്തിൽ കരയാൻ തോന്നിയിട്ടും ശബ്ദം നിയന്ത്രിച്ചു നമ്മളെ ഉപ്പ. എന്തിന്? ഞാൻ വേദനിക്കുന്നത് കണ്ടാൽ എൻ്റെ മക്കൾക്ക് വേദനയാകും, എൻ്റെ മക്കൾക്ക് സങ്കടം വരും എന്ന് കരുതിയിട്ട് ക്ഷമിച്ച വാപ്പ. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ സഹോദരങ്ങളെ, ആ ഇസ്തിഖാമത്ത് നമുക്കുണ്ടെങ്കിൽ മലക്കൾ പറയും, ആര് കരഞ്ഞാലും, ആര് പൊട്ടിക്കരഞ്ഞാലും നീ കരയണ്ട, അബ്ശിറൂ, സന്തോഷിച്ചോളൂ, കാരണം നിനക്ക് സ്വർഗമുണ്ട്. നമ്മൾ പോവുകയാണ്. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മലക്കുകളാ പറയണത്. ഒരു കൂട്ടം മലക്കുകളാ മരിപ്പിക്കാൻ വരിക. അതാണ് വന്നാസിയാത്തി ഗർഖ വന്നാഷിതാത്തി നഷ്ത എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം മലക്കുകൾ. ആ മലക്കുകൾ പറയും, ഞങ്ങളായിരുന്നു ദുനിയാവിൽ നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ വലിയകൾ ഞങ്ങളായിരുന്നു. മലക്കുകൾക്ക് ഹറാമായ, മലക്കുകൾ വരാത്ത വേദികളുണ്ട്. ആ വേദികളിൽ നമ്മൾ പോയിട്ടില്ല. മലക്കുകൾ വരാത്ത ഒരു വൃത്തികെട്ട ഒരു ജീവിതവും നമ്മളിൽ ഉണ്ടായിട്ടില്ല. ആ മലക്കുകൾ പറയും, ഞങ്ങളായിരുന്നു നിന്റെ മിത്രം, അതുകൊണ്ട് ആഖിറത്തിലും ഞങ്ങളാ മിത്രം. നമ്മൾ പോവാണ്. വഫിൽ ആഖിറ. സഹോദരൻ, ഇതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്. അതുകൊണ്ട് എപ്പോൾ എവിടെ വെച്ച് നമ്മൾ മരിക്കുന്ന അറിയില്ല. മരണങ്ങൾ പല വിധത്തിലുമുണ്ട്, പല വിധത്തിലും മരണമുണ്ട്. നമ്മൾ എങ്ങനെയും മരിക്കാം, അല്ലാഹ് തീരുമാനിച്ചതുപോലെ മരിക്കും. പക്ഷേ റസൂലുള്ള പറഞ്ഞു, കരുതൽ പറഞ്ഞു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? നമുക്ക് മക്കളെ തന്നു പടച്ചവൻ. മക്കളെ വളർത്താൻ മാത്രമല്ലല്ലോ പറഞ്ഞത്, ആ മക്കളുടെ ഉണർച്ചയിലും ഉണർവിലും നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞ് കരുതൽ പഠിപ്പിച്ചു റബ്ബ്. മക്കളെ വളർത്തുന്നത് കരുതൽ പഠിപ്പിച്ചു, റബ്ബിന്റെ കരുതൽ. അതെന്താ? രാത്രി മക്കൾ കിടക്കുമ്പോ ആ ബെഡ് തട്ടിക്കുടയണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ആ വിരിപ്പിന്റെ അറ്റം പിടിച്ചു വലിക്കണം. കാരണം വിരിപ്പ് ഒന്നായിട്ട് എടുത്താൽ ചിലപ്പോൾ ചെറിയ തരം ഏജന്തുക്കളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതിന്റെ അറ്റം പിടിച്ചു വലിച്ചിട്ട് 3 തവണ കുടയണം എന്ന് പറഞ്ഞു. 3 തവണ കുടയണം. ഒരു തവണ കുടഞ്ഞാൽ ചിലപ്പോൾ പോയില്ലാന്ന് വരും, നമ്മൾ കണ്ടില്ലാന്ന് വരും, പിന്നെ അവിടെ ഉണ്ടാവും ചിലപ്പം. ഇതെന്തിനാ പഠിപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എങ്ങനെയെന്ന് അറിയില്ല. സന്തോഷത്തോടെ യാത്ര പോയ ഒരു സ്കൂൾ അധ്യാപകർ പോയ ഒരു ട്രാവലർ, അത് മറിഞ്ഞ് 10ഓളം ആളുകൾ മരണപ്പെട്ടു. കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ വേദനിച്ചു. ഒരുപാട് ആളുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. അവർ ചിരിച്ച് സന്തോഷിച്ച് പുറപ്പെട്ടു പോയവരാ. അള്ളാഹ് പറഞ്ഞു, വീട്ടിൽ നിങ്ങൾ എപ്പോൾ ഇറങ്ങി പോകുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണം. അള്ളാഹിന്റെ കാവലുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നും സുബ്ഹിക്ക് ശേഷം 3 തവണ, എന്നും അസറിന് ശേഷം 3 തവണ പറയണം, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം ലം യുസിബുഹു ഫുജഅത ബലാ. ആകസ്മികമായി പെട്ടെന്ന് വരുന്ന ബലാ നിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മളിതൊക്കെ പറഞ്ഞു പഠിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് അപകടം പറ്റിയാൽ, നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് ഈമാനുള്ള മരണമാ കിട്ടുക, നമുക്ക് ഷഹീദിന്റെ പദവിയാ കിട്ടുക. നമ്മൾ അള്ളാഹ് നിശ്ചയിച്ചതുപോലെ മരിക്കും. പക്ഷെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ കൽപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ചെയ്താൽ, നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? ഇസ്തിഖാമത്ത് ഉണ്ടാകും. ആ ഇസ്തിഖാമത്ത് മരണസമയത്ത് നമ്മൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും, ആ മരിക്കുന്ന രംഗം ആര് കണ്ടാലും, മരിക്കുന്ന വ്യക്തിക്ക് അവൻ എങ്ങനെ മരിക്കുകയാണെങ്കിലും ഒരേ വേദന. മനസ്സിലായിട്ടില്ല? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുകയാണ്. ആ മരണത്തിന്റെ വേദനയും 1500 അടി മുകളിൽ നിന്ന് വാഹനം മറിഞ്ഞ്
കൊക്കയിലേക്ക് വീണ് കൈകാലുകൾ പൊട്ടിച്ചതഞ്ഞ് അങ്ങനെ മരണപ്പെടുന്ന ആ വ്യക്തിന്റെ മരണവേദനയും ഒരേ വേദനയാണ്. മനസ്സിലായിട്ടില്ല? മരണവേദന ഒരേ വേദനയാണ്. ബെഡിൽ കിടന്ന് നമുക്ക് നെഞ്ഞു തടവിത്തരാൻ മക്കളുണ്ട്, ചുണ്ട് നനച്ചു തരാൻ പ്രിയപ്പെട്ടവരുണ്ട്, കൈകാലുകൾ തടവിത്തരാൻ ബന്ധുക്കളുണ്ട്, ആശുപത്രിയുണ്ട്, നഴ്സുമാരുണ്ട്, ചുറ്റും ഡോക്ടർമാരുണ്ട്, എല്ലാവരുമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അംഗരക്ഷകരുണ്ട്. അടച്ചുപൂട്ടപ്പെട്ട കോട്ടക്ക് ചുറ്റും കോട്ടകളുള്ള കൊട്ടാരത്തിൽ നീ താമസിക്കുന്നവരാണെങ്കിലും നിന്നെ തേടി മരണം വരും. ഖുർആനാണ്. അങ്ങനെ അവിടെ കിടന്ന് മരിക്കുന്നവന്റെ മരണവേദനയും ഒരേ വേദനയാണ്. സുബ്ഹാനല്ലാഹ്. വസ്തഖിം കമാ ഉമിർത. അപ്പോ കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കാൻ നീ തയ്യാറായാൽ അതിനെന്ത് വേണം? ആയത്തുകൾ പഠിക്കണം, പ്രാർത്ഥനകൾ പഠിക്കണം, ദുആകൾ പഠിക്കണം. റസൂലുള്ളാഹ് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു, റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ പഠിച്ചോ എന്നതാണ് വിഷയം. ഈ വിഷയമാണ് സഹോദരങ്ങളെ നമ്മളെ സ്വാധീനിക്കേണ്ടത്. അതുകൊണ്ട് അഹ്വാഇൽ ഇത്തിബാ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ 5ാമത്തെ കാര്യം ഇസ്തിഖാമത്താണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതാണ്? സൂറത്ത് ഷൂറയിലെ 15ാമത്തെ ആയത്ത്. മറ്റേ സൂറത്ത് അഖാഫിലെ ആയത്താണ്. നമ്പർ ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ആയത്ത് നമ്പറൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അതോടൊപ്പം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇനി 5 മിനിറ്റ് സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിവിടെ പിന്നെ കുറച്ച് കാര്യം പറയാം, എന്നിട്ട് പിന്നെ നിങ്ങളോട് നമ്മൾ ഇസ്മായിൽ സാഹിബ് കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ അതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എത്ര കൊല്ലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഏതായിരുന്നാലും ഒരു 5-8 കൊല്ലം ആയിട്ടുണ്ടാകും. നമ്മൾ ഇങ്ങനെ ഖുർആൻ പഠിക്കണം, ഈ രൂപത്തിൽ ഖുർആൻ പഠിക്കണം. വെറും ഒരു തഫ്സീർ വായിച്ചാൽ പോരാ, ഖുർആനെ തദബ്ബുർ ചെയ്യണം, എങ്കിലേ ഹൃദയം തുറക്കുള്ളൂ. നമുക്ക് എന്തൊരു വെളിച്ചമാണോ കിട്ടേണ്ടത് നമ്മൾ കേട്ട് പോയാൽ പോരാ, നമ്മൾ ഇരുന്ന് പോയാൽ പോരാ, ഫലം ചെയ്യണം. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഖുർആൻ തദബ്ബുർ ചെയ്യണം എന്നൊരാശയത്തിൽ നിന്നാണ് ഇസ്ലാഹി സെൻറ്ററിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയത്. ആ ക്ലാസ് ഞാൻ രാവിലെ 9 മണിക്ക് അന്നത്തെ കാലത്ത് 9 മണിക്കുള്ള ഫ്ലൈറ്റിന് ശനിയാഴ്ച ഞാൻ വരും, ഉച്ചക്ക് ഇവിടെ എത്തും. അസറിന് ശേഷം ക്ലാസ് മഗ്രിബ് കഴിഞ്ഞ് 8 മണിക്കത്തെ മെയിലിൽ ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ വർഷങ്ങളോളം ആ ക്ലാസ് നടന്നു. അങ്ങനെയാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മളെ ഇസ്മായിൽ സാഹിബ് വരുന്നത്. അദ്ദേഹം ഒരു ക്ലാസ്സിൽ വന്നു, പിന്നെ 2-3 ക്ലാസ് അദ്ദേഹം വന്നു. ഇത് ഖുർആൻ ഇങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു ക്ലാസ് അവിടെ സംഘടിപ്പിച്ചു. അങ്ങനെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർ അന്ന് പറഞ്ഞു, നമുക്ക് ഖുർആൻ ഇങ്ങനെ പഠിക്കണം, അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സൗകര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. ഒരു വീടാകുമ്പോൾ എല്ലാവർക്കും വരാനും പോകാനൊക്കെ സൗകര്യമാകും. അതുകൊണ്ട് ഒരു പൊതുസ്ഥലമാകട്ടെ എന്ന നിലക്കാണ് ഇവിടെ തന്നെയുള്ള ഈ പ്രദേശത്ത് നമുക്ക് ഈ ഹോട്ടൽ സൗകര്യപ്പെടുകയും അങ്ങനെയാണ് ഈ ക്ലാസ് ഇവിടെ ആരംഭിച്ചത്. അതിനുശേഷമാണ് MMA കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് ആരംഭിച്ചത്. അതിനു മുമ്പ് അടയാറിൽ നമ്മൾ ക്ലാസ് ആരംഭിച്ചു. നമ്മളെ വരദനായ സറൂഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയ ശേഷം ഇതിന് നേതൃത്വം കൊടുത്തോലും തുടങ്ങിയോലും ഇതിൽ ആദ്യമായിട്ട് വന്നവർ പല ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ബർസഖിൽ ഇന്ന് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്തായിരിക്കും എന്നറിയാം നിങ്ങൾ? അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വെളിച്ചം അവർ നേതൃത്വം കൊടുത്ത് അള്ളാഹിൻ്റെ കലാബ് പഠിക്കുക എന്ന വിഷയമാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചത്. അതിനുശേഷമാണ് പിന്നെ MMA ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ തിങ്കളാഴ്ച നമ്മളെ ജയ്ത്തൂൺ തന്നെ അവരുടെ സ്റ്റാഫിന് വേണ്ടിയുള്ള ക്ലാസ്സും, പിന്നെ അതേപോലെ നമ്മൾ IIT ക്ലാസ് തുടങ്ങിയിരുന്നു. അത് പിന്നെ കൊറോണയ്ക്ക് ശേഷം അത് നമ്മൾ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് നമുക്ക് അവിടെ അനുവാദം കിട്ടിയിട്ടില്ല. അങ്ങനെ പല ക്ലാസ്സുകളിലാണ് ഇതേപോലെയുള്ള സദസ്സുകളിൽ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് നമ്മുടെ ആരുടെയും എന്തെങ്കിലും ഗുണം കൊണ്ടാന്ന് ആരും വിചാരിക്കേണ്ട സഹോദരങ്ങളെ. അള്ളാഹിൻ്റെ കലാമിൻ്റെ മഹത്വമാണിത്, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഫضലാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വെളിച്ചം നമുക്ക് നൽകണം എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് പല ക്ലാസ്സുകളിൽ വന്ന്
നമുക്കിത് പഠിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഈ സദസ്സിനോട് പറയേണ്ട കാര്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു തദബ്ബുർ ഖുർആനിൻ്റെ ഈ ഒരു ശൈലി നമുക്ക് വരുന്ന സമൂഹത്തിലേക്ക് കിട്ടണം, വരും തലമുറകൾക്ക് കിട്ടണം, നമ്മളെ മക്കൾക്ക് കിട്ടണം, വരും തലമുറക്ക് കിട്ടണം. അതുകൊണ്ട് അത് കൈമാറ്റം ചെയ്യണം. അപ്പോൾ അതിന് ചെന്നൈയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് നമുക്ക് നാട്ടിൽ സൗകര്യപ്രദമായിട്ട് വളരെ നല്ല ഒരു സൗകര്യത്തിൽ ഒരു സ്ഥലം കിട്ടിയപ്പോൾ എങ്കിൽ നമുക്ക് ആ സ്ഥാപനം അവിടെ ആക്കാം. ഞാൻ ഈ മാസം റിട്ടയർഡായി സർവീസിൽ നിന്ന്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ, അപ്പോൾ എനിക്ക് തന്നെ അത് മുൻകൈ എടുത്ത് നോക്കാനും ചെയ്യാനും ഒക്കെ പറ്റും എന്ന നിലക്കാണ് ആ സ്ഥാപനം അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ ഏകദേശം 2 കോടി രൂപ ചെലവിൽ